ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ ഹിന്ദി അക്ഷരങ്ങൾ നല്ല സിമ്പിളായിട്ട് എഴുതാനും വായിക്കാനൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ പഠിച്ചാലോ. നമ്മളിപ്പോൾ ഫോണിൽ നമ്മളെ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും അല്ലേ. അപ്പം നമ്മൾ ഒരു രാത്രിക്കായി എല്ലാവരും കിടക്കാനൊക്കെ സമയമാകുമ്പോൾ ഇങ്ങനെ ഫോൺ എടുക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഫ്രണ്ട്സിന് ഓർമ്മ വരിക. അപ്പം നമ്മൾ ജസ്റ്റ് നമുക്ക് തോന്നുന്നത് എന്തെങ്കിലും ഒരു ചാറ്റിങ് നടത്താമെന്ന് വിചാരിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ ഹലോ എന്ന് വിടും അല്ലേ, അവർ ഓൺലൈനിൽ ഉണ്ടോ ഇല്ല എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹലോ എന്നുള്ളതിന് ഹിന്ദി എന്താ നമുക്ക് നോക്കാം. ഹലോ എന്നുള്ളതിൻ്റെ ഹിന്ദിയാണ് നമസ്തേ. അപ്പോൾ ആദ്യം നമസ്തേ നമുക്ക് മലയാളത്തിൽ എഴുതാം. നമസ്തേ അല്ലേ. ഹലോ എന്നുള്ളതിന് നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വേർഡ്സാണ് നമസ്തേ. അപ്പം നമുക്കിത് ഹിന്ദിയിൽ എങ്ങനെ എഴുതാം നമസ്തേ എന്നുള്ളത് നോക്കാം. ഈ പദം ആദ്യം നമ്മൾ അക്ഷരം ഏതാ നോക്കാം. ആദ്യത്തെ അക്ഷരം എന്നാ. അപ്പം നമ്മൾ നാ കൊടുത്തു. ഓക്കെ, അടുത്ത സൗണ്ട് ഏതാ? നാ കഴിഞ്ഞ മ, നാമ. സിമ്പിളായിട്ട് കൂട്ടയത്ത് പഠിക്കാനാട്ടോ ഇങ്ങനെ കൊടുക്കുന്ന മ, നാമ. അടുത്ത സൗണ്ട് ശ്രദ്ധിക്കണേ, സ് സ് എന്ന. അതായത് നമ്മൾ ചില്ലക്ഷരം കൊടുത്തു അല്ലേ, സ്. എൻഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം പൂർണ്ണമായിട്ട് എഴുതാം. പക്ഷെ ഇത് എൻഡിങ്ങിൽ നിന്നല്ല, ഇതെന്താണ് മധ്യത്തിലാവുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സ് എന്നാവാൻ എന്ത് ചെയ്യണം, സ എന്നുള്ളതിൻ്റെ ഹാഫ് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ സ് സൗണ്ടിൽ വായിക്കും. സാൻ്റെ ഹാഫ് ഇടുക ആദ്യത്തെ പോർഷൻ കണ്ടോ. അതിൻ്റെ താഴോട്ടുള്ള സ്റ്റാൻഡിങ്ങിൽ തന്നെ ഒഴിവാക്കുക. അപ്പം നമസ് നമസ്. അടുത്തത് എന്താ, തേ തേ നമസ്തേ കണ്ടോ. നമസ്തേ എന്നായോ. ഏ സൗണ്ടിൽ നമുക്കറിയാം മുകളിൽ ഒരു വര കൊടുക്കും അല്ലേ, നമസ്തേ. ഹലോ എന്നുള്ളതിന് ഹിന്ദിയിൽ എന്തുപയോഗിക്കും, നമസ്തേ. ഇനി സുഖമാണോ, അപ്പോൾ ഹലോ എന്ന് തിരിച്ചു വിട്ടു, നമസ്തേ തിരിച്ചു വിട്ടു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സുഖം അന്വേഷിക്കാം. സുഖമാണോ നമ്മൾ ചോദിക്കും അല്ലേ, സുഖമാണോ. നമ്മൾ കൈസേഹേ എങ്ങനെയാകുന്നു, നിങ്ങൾക്ക് സുഖമാണോ എന്നുള്ളതിന് കൈസേഹേ എന്ന് ഉപയോഗിക്കാം. കൈസേഹേ എങ്ങനെയാകുന്നു നോക്കാം. ആപ്പ് കൈസേഹേ എന്ന് കൊടുക്കാം നമുക്ക്. നിങ്ങൾക്ക് സുഖമാണെന്നാക്കി കൊടുക്കാം അല്ലേ. അതായത് നിനക്ക് സുഖമാണെന്നല്ല നമ്മൾ ചോദിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ആപ്പ് താങ്കൾ അല്ലെങ്കിൽ നീ സുഖാണോ. സോറി, ആപ്പ് സുഖമാണെന്ന് മലയാളം എഴുതിപ്പോയതാട്ടോ, റിയലി സോറി. അപ്പം എന്ത് ചെയ്യാം, ആപ്പ് സുഖം എന്ന്. കൈസേ എങ്ങനെയാകുന്നു, ആപ്പ് താങ്കൾക്ക് കൈസേ എങ്ങനെയാണെന്നുള്ളതിന് എന്താ കൊടുക്കുക നമ്മൾ, കൈ സേ ആണ്. ഹേയ് ആണ് എന്നുള്ളതിന് ഹേയ് കണ്ടോ. കൈസേ ഹേം, ആപ്പ് കൈസേ ഹേം. നിനക്ക് സുഖമാണോ, നമുക്ക് നോക്കാം നിനക്ക് സുഖമാണെന്ന്. അപ്പം നമുക്ക് ഹിന്ദിയിൽ എങ്ങനെയാണ് എഴുതാം ആപ്പ് കൈസേ ഹേന്ന്. ആദ്യത്തെ ലെറ്റർ നമുക്ക് നോക്കാം, ആ ലെറ്ററാണ് അല്ലേ. ഓക്കെ, ആ പ് പ് എന്നുള്ളതിന് എന്ത് ചെയ്യുക, എൻഡിങ് ആണ്. എൻഡിങ് ആകുമ്പോൾ നമ്മൾ പാൻ അതുപോലെ കൊടുക്കുക. പ് കണ്ടോ. ആപ്പ് സുഖാണോ എന്നുള്ളതിന് എന്താ, കൈസേ എങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് കൈസേ എങ്ങനെയാണ്, അതായത് സുഖാണോ എന്നുള്ളൊരു മീനിങ് ആണ്. കൈസേ ഹേം എങ്ങനെയാകുന്നത്. അപ്പോൾ കൈസേ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കാലിടുന്നു. കാക്ക് നമ്മൾ ഐ സൗണ്ട് വരണം കണ്ടോ. എ പ്ലസ് എ സൗണ്ട് വന്നു ഐ. അപ്പം അതിന് നമ്മൾ കാൻ്റെ മുകളിൽ 2 ഐ ചിഹ്നം കൊടുക്കും. കൈ കണ്ടോ, കൈ. സേ സ എന്നുള്ള ലെറ്ററിന് എ ചിഹ്നം വന്നുണ്ടോ, സേ. അത് നമ്മൾ എന്ത് ചെയ്യും, എ സൗണ്ട് കൊടുത്തു. കൈസേ കണ്ടോ, കൈസേ. മനസ്സിലായില്ലേ. അപ്പോൾ കൈസേ നിങ്ങൾക്ക് എങ്ങനെ ആണ്, ഹേയ് ഹൈ എന്നല്ലേ, ഹേയ്. അപ്പം ഹൈ എന്നുള്ളതിന് ഹ ഇട്ടിട്ട് ഐ സൗണ്ടും പിന്നെ ഒരു ഡോട്ട് സൗണ്ടും അപ്പം കൈസേ ഹേം. അടുത്തത് നമുക്ക് നോക്കാം. അവൾ വീട്ടിലാണോ, അവർ വീട്ടിലാണോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വീട്ടിലാണോ, പുറത്തെ എവിടെയിലാണോ, അല്ലെ വിരുന്ന് പോയതൊക്കെയാണോ നോക്കാൻ വേണ്ടിയിട്ട്. എവിടെയാണ് എന്ന് ചോദിക്കാം നമുക്ക് അല്ലേ. എവിടെയാണ്, എവിടെ എന്നുള്ളതിന് കഹാം.
ഹേം ആണ് അല്ലെങ്കിൽ ആകുന്നു. അപ്പോൾ കഹാം ഹേം നോക്കാം നമുക്ക്. അതും ഹാം മലയാളം ഇതാ കഹാം ഹേം. കഹാം ഹേം. കഹാം ഹേം എന്ന് പറഞ്ഞാൽ എന്താ? കഹാം എവിടെ, ഹേം ആണ്. അപ്പോൾ എവിടെയാകുന്നു അല്ലേ? അങ്ങനെ ആദ്യത്തെ സൗണ്ട് നോക്കാം. കണ്ടോ? അടുത്തത് എന്താ? ഹാ പ്ലസ് അല്ലേ? ഹാ പ്ലസ് ആ സൗണ്ട് ഹാ. കഹാം ഹാം. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ഈ ചിഹ്ന കണ്ട സൗണ്ട് അല്ലേ? സൗണ്ടിന് നമ്മൾ എന്നൊക്കെ ഉള്ളതിന് പോലെ ഇതിന് മുകളിൽ എന്തെടുക്കണം? അങ്ങനെ ഒരു പുള്ളി കൊടുക്കണം. കഹാം കഹാം ഹേം. ഹേം കണ്ടോ? ഹാ എന്നുള്ളതിന് ഹൈ എന്ന ചിഹ്നം വരാൻ എന്തെല്ലാം എ സൗണ്ട് രണ്ടെണ്ണം കൊടുത്തു. ഹേം കഹാം. അടുത്തത് നമ്മൾ ഫ്രണ്ട്സിനോട് ചോദിക്കുകയാണ്, നീ ഭക്ഷണം കഴിച്ചോ അല്ലേ? നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്നോന്നൊക്കെ ചോദിക്കില്ലേ? അപ്പം നീ ഭക്ഷണം കഴിച്ചോ. നീ ഭക്ഷണം കഴിച്ചോ എന്നുള്ളതിൻ്റെ ഹിന്ദി എന്താ? തുമ്നെ, നിനക്ക് അല്ലെങ്കിൽ നീ എന്നുള്ളതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. തുമ്നെ നിൻ്റെ ഭക്ഷണം കഴിഞ്ഞോ, കഴിച്ചു കഴിഞ്ഞോ. ഖാന ഭക്ഷണം, ഖാന ഭക്ഷണം. ഗാലിയെ കാലിയായോ, അതായത് കഴിഞ്ഞോ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞോ. സോറി, ഹിന്ദി അറിയാതെ എഴുതി പോകുന്ന കേട്ടോ. ഖാലിയ. ഓക്കെ, ഖാലിയ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. നീ ഭക്ഷണം കഴിച്ചോ. തുമ്നെ ഖാന ഖാലിയ. അങ്ങനെ എഴുതും. തുമ്നെ തും അക്ഷരം നോക്കാം. തു അടുത്തത് എന്ന സൗണ്ട്. തുമ്നെ 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 ഖാന അല്ലേ? ഖാന ഭക്ഷണം. ഖാന ഭക്ഷണം എന്നുള്ളതിന് ഖാന. അപ്പം കായൊക്കെ നമ്മൾ വളരെ കറക്റ്റായിട്ട് എങ്ങനെ ഇടുക എന്നുള്ളത് ഓരോന്ന് പറഞ്ഞു തന്നത് കേട്ടോ. ഖാന ഖാലിയ. ഖാന ഖാലിയ. ഖാന ഖാലിയ. ഓരോ അക്ഷരങ്ങളും ഇങ്ങനെ നോക്കുക. എഴുതാൻ അറിയാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, അതിൻ്റെ മലയാളം എഴുതുക, എന്നിട്ട് അക്ഷരങ്ങൾ ഇങ്ങനെ താഴെ എഴുതിയാൽ മതി കേട്ടോ. അതുപോലെ ഇനി അടുത്തത് എന്താ? ശരി, ശുഭരാത്രി, അതായത് ഗുഡ് നൈറ്റ്. ടൈം ഒരുപാടായി. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനോട് കുറേ സമയമായി അല്ലേ? അങ്ങനെ വൈക്കറിയില്ല, അത്ര ഒരുപാട് സമയം നമ്മൾ ഫോണിൽ തോണ്ടി. അപ്പോൾ നമ്മൾ എന്താ ഗുഡ് നൈറ്റ് എന്ന് പറയാണ്. ശരി, ശുഭരാത്രി. അച്ഛാ അച്ഛാ ശരി, ശുഭരാത്രി അല്ലേ? ശുഭരാത്രി. ശുഭരാത്രി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഗുഡ് നൈറ്റ്, നല്ല രാത്രി നേരം. ശുഭ, അതിന് ശുഭ എന്നുള്ളതിന് മലയാളം തന്നെയാണ്, ഹിന്ദി നമ്മൾ ഉപയോഗിക്കട്ടെ. ശുഭ രാത്രി. രാത്രിക്കും രാത്രി എന്ന് തന്നെയാണ് കേട്ടോ. രാത്രി നമുക്ക് ഹിന്ദിയിലേത്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ച പ്ലസ് ചായാണ് വന്നിട്ടുള്ളത്. അതായത് ഈ ച പ്ലസ് ചായാണ് ഈ ച എന്ന് വന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ചാന് രണ്ടും കൊടുക്കണം കേട്ടോ. ച പ്ലസ് ചായാണ് എന്ത്? ച വന്നിട്ട് താഴെ കണ്ടോ, ചാൻ്റെ ച. അപ്പം നോക്കാം, അച്ഛ. അപ്പം നമ്മളെങ്ങനെ എഴുതും? ഇനി ഈ സാധാ ച എങ്ങനെയാണ്? ആദ്യം ഈ ച കൊടുക്കുക കണ്ടോ. ഈ ചായുടെ ഹാഫ് കൊടുത്തു, ഹാഫ് കൊടുത്താൽ കേട്ടോ. ച് എന്നുള്ള സൗണ്ട് വരെ. ഛ ച് ഛ ച് ഛ. ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. ച് പ്ലസ് ഛ, ച് ഛ ഛ അച്ഛ എന്നുള്ള. അപ്പോൾ ഈ ചാന എഴുതി, എന്നിട്ട് അടുത്ത ഈ ചാന എഴുതണം. ഈ ച എങ്ങനെയാണ് നമുക്കറിയാം അല്ലേ? ച ആ സൗണ്ട്. ഓക്കെ, അച്ഛാ. ശരി, ശുഭരാത്രി എങ്ങനെയാണ്? ഷായത് ശുഭ് ഷോ. ഭരണിയുടെ ഭ, ഈ ഏകദേശം പോലെയൊക്കെ തന്നെ കേട്ടോ.
ഭ ശുഭരാത്രി. രാ ത്ര. കണ്ടോ, താൻ്റെ താഴെ നമ്മൾ ത്ര ചിഹ്നം കൊടുത്തു, എന്നിട്ട് ഈ സൗണ്ട് വന്നു, ത്രീ എന്നാണ്. ശുഭരാത്രി.